ഹോട്ടൽ കമ്പി. നല്ല ഐശ്വര്യമുള്ള പേരല്ലേ? കനകാമ്പി നടാത്. ഇനി നീയായിട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട, മനസ്സിലായോ? ஹலோ சார். அண்ணா இங்கே ரூம்ஸ் இருக்கா? சூட் ரூம் மட்டும்தான் சார் இருக்கு, மற்றபடி எல்லாம் ஃபுல் ஆயிடுச்சு சார். ഫുൾ ആയിടുച്ചാ? കൂതറ ഹോട്ടലിൽ സ്യൂട്ട് റൂമാ? ഒന്നും മിണ്ടാരിയടാ. അണ്ണാ സൂട്ട് റൂമിൽ എவ்வளோ റൂം இருக்கும்? 2 பெட்ரூம் இருக்கு சார். 2 ബെഡ്റൂം. തരാൻ പറ. ஓகே சார். எவ்வளோ நாளைக்கு வேண்டி வரும் சார்? അത്രയ്ക്കൊന്നും വേണ്ട. നാങ്ക ബസ്സിന് ഓടിക്ക് ഒരു മാറ്റർ பண்ண வந்தா പണി முடிச்சிட்டு நாளைக்கு போവും. புரிஞ்சிச்சு சார், புரிஞ்சிச்சு. தம்பி மயில் வாங்கணும். சூட் ரூமுக்கு கூப்பிட்டு போ, அப்படியே என்ன வேணாலும் அரேஞ்ச் பண்ணி கொடுத்து. சரி சரி. ലഗേജ് എടുത്തിരുங்க. വണ്ടിയിൽ ലഗേജ് എടുത്തിട്ട് സാർ. നോക്കട്ടെ, തണുത്തിട്ട്. ഓ, ഉയരം കൂടുന്തോറും തണുപ്പ് കൂടുകയാണല്ലോ പറഞ്ഞ. തുറക്കുമയിലേ. എന്തൊരു തണുപ്പ്. ഇതാണോ ബെസ്റ്റ് സ്യൂട്ട് റൂം? വൃത്തിയുടെ കാണിക്കല്ലോ. ததாஸ்து. இல்லை சார், நீங்கள் என்ன எதிர்பார்க்குன்னு சொன்னால் நான் ரெடி பண்ணுறேன். ஏது டைப் வேணும்னு பறிஞ்சால் அரேஞ்ச் பண்ணி தரேன் சார். ടൈപ്പാ? அது சார் மேட்டர் பண்ணுறது. എന്ത് നിനക്ക് ഞങ്ങളെ കണ്ട ആ ടൈപ്പാന്ന് തോന്നിയോടാ പാണ്ടിയെ? ഈ ഹോട്ടലിൽ കണ്ടപ്പോഴേ തോന്നിയതാ വല്ലമ്പാണെന്ന്. നീ എന്താ നോക്കി പേടിപ്പിക്കുന്നേ? ഇവിടെ ആർക്കൊന്നും വേണ്ട, പൊക്കോ. അല്ലേ? அதுக்கு என்ன ஓவரா சவுண்ட் விடுற? வேணாம் வேணாம் சொல்லு. இவன் தான் மேட்டர் பண்ணணும்னு சொன்னேன். சொல்லுங்க திருட்டு மூஞ்சி. അണ്ണാ, ഈ നാട്ടില് അതിന് അങ്ങനെ ഒരു അർത്ഥമുണ്ടോ? എടാ അണ്ണാ, അവൻ அந்த மேட்டர் சொல்லல, இந்த மேட்டர் தான் சொன்னேன். இது மிஸ் அண்டர்ஸ்டாண்டிங் அண்ணா. அப்ப அத சொல்லு. ஓவரா சீன் போடுனா ஊரு விட்டு போக மாட்டேங்க. திருட்டு மூஞ்சிகள் ഓടിங்க. யார்கிட்ட விளையாட பாரு. മൈലണ്ണാ, என்னடா നീ എന്ത് പണിയാ കാണിച്ചേ? അണ്ണന് ഫീലായി. ജന്മാടാ നന്നാവൂല. എടാ, നിനക്ക് വേണ്ടേ വേണ്ട. നിന്നെ ആരെങ്കിലും ഇപ്പൊ നിർബന്ധിച്ചാ? പിന്നെ നിന്റെ കല്യാണമൊക്കെ അല്ലോ തന്നെ. അതിന് എനിക്കറിയാൻ പാടില്ല നിനക്കൊരു മുൻപരിചയമില്ല. എല്ലാത്തിനും ഒരു എക്സ്പീരിയൻസ് ഉള്ളതൊക്കെ നല്ലതാ. അല്ലെങ്കിൽ ആദ്യ രാത്രി നല്ല പണി കിട്ടും. കൊല്ലൂട്ടോ. രണ്ടുപേരും ഒന്ന് നിർത്തിക്കേ. നാളെ രാവിലെ എണീറ്റ് പോകാനുള്ളതാണ്. എനിക്കാണെങ്കിൽ കോളേജിലും പോകണം. ഗുഡ് നൈറ്റ്. ജോണേ, തണുപ്പല്ലേ, രണ്ടെണ്ണം അടിച്ചിട്ട് കിടക്കാ. വാ. വാടാ, നമുക്ക് നീ പോയി കിടന്നോ, ഞാൻ അവിടെ കിടന്നോളാം. ഇവിടെ കിടന്നോളാന്ന്. പൊന്നോ. பாபா சீக்கிரமா ஆறு போங்க, இந்த வழி போ. எல்லா இடத்திலும் பாரு, யாரும் தப்பிக்க கூடாது. எல்லா முறையில நல்லா பாரு. நீ அந்த வழி போ. എന്താടാ ഒരു ബഹളം? അതൊന്നുമില്ല, താഴെ പോലീസും റെയ്ഡും പരിപാടി. എന്താടാ? പോലീസാ? പോലീസാ? അതിന് നീ എന്തിനാ പേടിക്കണേ? നമ്മളോട് പരിപാടിക്കൊന്നും ഇല്ലല്ലോ.
ഏയ് ഞാൻ മൂന്ന് പേരെന്നാ റേറ്റ് ഏറും. പോലീസടാ നമ്മൾ പെട്ട് ഒന്ന് കെട്ട നേരം റേഡ് നനയ്ക്കണം. എന്റെ കല്യാണം என்ன பார்த்துட்டு இருக்கீங்க? வேற வழியே இல்ல. டோர் ஓபன் பண்ணுங்க. ഡോർ ഓപ്പൺ ചെയ്യല്ലേ ഞാനുണ്ട് ഒരു മിനിറ്റ് ഞാൻ ബാഗ് എടുക്കാൻ മറന്നു ഇപ്പൊ വരാം എന്താ ചട്ടി വീണ ചട്ടി തലി വീണ ആള് ചത്ത ആരെങ്കിലും ഒന്ന് വാടാ எங்கடி அவங்க எல்லாம் அவங்க எல்லாம் போயிட்டாங்க சார். நம்ம போலாமா? അവർക്ക് നമ്മുടെ വണ്ടി നമ്പർ കിട്ടിണ്ടാവോ? ആ കിളവനെ നമ്പർ പോയിട്ട് കാറാണോ കാളവണ്ടിയാണോ കാണാൻ പോലും പറ്റിയുണ്ടാവില്ല. നീ ഒന്ന് റിലാക്സ് ചെയ്തേ, നമ്മള് സേഫടാ. ഇപ്പഴത്തെ ഒരു ബാച്ചലർ ട്രിപ്പ് ആയത്, ഒരു അഡ്വഞ്ചർ ഒക്കെ വേണ്ടേ? എന്നെ കെട്ടുമുണങ്ങണ നാളാണോ നിന്റെ അഡ്വഞ്ചർ? അതിനിപ്പോ ഞാൻ മിണ്ടരുത് നീ. നാട്ടിലെത്തണവരെ നിന്റെ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അടിച്ച് ചെപ്പ് കുച്ചു പൊടിക്കും ഞാൻ. ഒന്നും മിണ്ടായിരിടാ. ചവിട്ടി വിടറാ. എന്ത് കണക്കാണത്? മൊത്തം തെറ്റാണല്ലോ. നീ കുളിപ്പിച്ച് ഇല്ലാണ്ടാക്കോ? അങ്ങനൊന്നുമില്ല. ആ ആ എത്തിയോ? ഒന്നുമില്ല മണോളൻ. ഇതേ എവിടെ ആയിരുന്നടാ? എന്താ ക്ഷീണം പോലെ? അസുഖം വല്ലതും ഉണ്ടാ? എന്താ സുഖം? കെട്ടിന് മുമ്പ് കറങ്ങി നടക്കണ്ടെന്ന് നിന്നോട് പറഞ്ഞതല്ലേ? അതൊന്നുമില്ല ചേച്ചി, ഞങ്ങൾ ഈ ലോങ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞു വരില്ലേ, അതിന്റെ ഒരു ക്ഷീണം കാണും. ഇതേതാ ഈ ചകിരി തല? അയ്യോ എന്നെ മനസ്സിലായില്ലേ? ഞാൻ ജോൺ ബത്ലഹേം സ്കൂളിലെ നല്ല പഠിപ്പിസ്റ്റൊക്കെ ആയിരുന്നു. നമ്മുടെ കക്കൂസ്. അങ്ങനെ പറ, അല്ല ജോൺ എന്നൊക്കെ പറഞ്ഞ ആർക്കാ മനസ്സിലാവണേ അല്ലേ? നല്ല ചൂട് വെള്ളത്തിൽ കുളിച്ചാൽ മതി, ക്ഷീണൊക്കെ പൊക്കോളും. ചെല്ല്. ചെല്ല്, ചായ ചൂടാറി. അല്ല നീ ഇതുവരെ പോയില്ലേ? അല്ല ഈ കെട്ടൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ചായ കുടിച്ചോ. ഇവൻ മേടിച്ചു കൂട്ടൂട്ടാ. ആ അത് ശരിയാ.